ഹായ് ഫ്രണ്ട്സ്, മുസ്ലിജ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നും എനിക്ക് റിലേറ്റഡ് ആയ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാവരും എന്താ പറയുക, ഓരോ മാസവും കേൾക്കാൻ പറ്റാത്ത അത്രത്തോളം പീഡനവും കൊലപാതകവുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താമരശ്ശേരിയിലെ ഷഹബാസ് മോനെ അടിച്ച് കൊന്നത്, അതും എൻ്റെ പഴയ 999 ഷോപ്പിൻ്റെ തൊട്ട് താഴേന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ മോൻ്റെ കൂടെ പഠിച്ച കുട്ടികളുമാണ്. ഇവരെല്ലാം UP സ്കൂളിൽ ഒരുമിച്ച് താമരശ്ശേരി സ്കൂളിൽ പഠിച്ചതാന്ന് തോന്നുന്നുണ്ട്. ഡെയിലി രാവിലെ നമ്മൾ ഒരു യൂട്യൂബോ ന്യൂസോ എടുത്തു കഴിഞ്ഞാൽ എന്നും കൊലപാതകങ്ങളും പീഡനങ്ങളും നിറഞ്ഞ ഒരു കേരളം, എന്താ പറയുക, കൊലപാതകങ്ങളും പീഡനങ്ങളും കണി കണ്ടുണരുന്ന കേരളമായിട്ട് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കുഞ്ഞു മക്കളുടെ അവസ്ഥ, അവരെ എങ്ങോട്ടാണ് പോകുന്നത്, ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാനോ ചിന്തിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഷഹബാസ് മോന് നല്ലൊരു മോനായിരുന്നെന്ന് എല്ലാവർക്കും നല്ല അഭിപ്രായം. അത്രത്തോളം പഠിക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതവും എന്താ പറയുക, ആഗ്രഹങ്ങളും ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും ഒക്കെ ഇല്ലാതാക്കി ആ ക്രിമിനൽസ് 5 കുട്ടികൾ, എൻ്റെ മോനെ അറിയുന്ന കുട്ടികളാണ്. ആ 5 പേരും അത്രയും ക്രിമിനലുകളായിട്ടാണല്ലോ അവർ ഒരു കുഞ്ഞിനെ കൂടെയുള്ള നമ്മുടെ കുട്ടികൾ. നമ്മുടെയൊക്കെ പണ്ടത്തെ സെൻഡ് ഓഫിൽ നമ്മൾ മാഷുമാരെ കെട്ടിപ്പിടിച്ച കാര്യം എനിക്ക് എൻ്റെ അമേസൺ മാഷ ക്ലാസ് ടീച്ചറൊക്കെ ഇന്നും ഓർമ്മയുണ്ട്. ഭയങ്കരമായിട്ട് പേടിയായിരുന്നു, ഒരു പോലീസ് ലെവലിലായിരുന്നു. പക്ഷെ മാഷ് ആ അവസാന നിമിഷം ഞങ്ങളോട് പറഞ്ഞ വാക്കുകളും ഇന്നും എൻ്റെ കാതിലുണ്ട്. ആ ഒരു സ്നേഹവും കണ്ണീരും, അന്നൊക്കെ അങ്ങനെയാണ് നമ്മൾ സെൻഡ് ഓഫ് നടത്തുന്നത്. പക്ഷെ ഇന്ന് ഓരോ സെൻഡ് ഓഫ് നടത്തി ഇപ്പം എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിലും അടി ഉണ്ടാവാറുണ്ട്, പല തവണ അടി ഉണ്ടാവാറുണ്ട്. പിന്നെ അതിനൊക്കെ നമ്മൾ സിനിമയൊക്കെ, ഒരുപാട് സിനിമയുടെ രീതികളൊക്കെ കുട്ടികൾ കണ്ടിട്ട് തന്നെയാണ് ഈ രീതിക്ക്. തല്ലുമാല ഇതായ സമയത്ത് ഇവിടെ പുരിഞ്ഞടിയായിരുന്നു. അതൊന്നും ഒരിക്കലും സിനിമ ആയിട്ട് ബന്ധമല്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ കുട്ടികൾക്ക്, ഇത്രയും ക്രിമിനലായുള്ള കുട്ടികൾക്ക് ഇന്ന് പരീക്ഷ എഴുതാനുള്ള അവസരം കൊടുത്ത് നമ്മുടെ ഗവൺമെൻറ് എന്താന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. നമ്മുടെ ഷഹബാസ് മോന് മരിച്ചിട്ട് ഖബറിലെത്തി ചൂടാറിക്കാണില്ല, അതിന് മുന്നേ ആ ക്രിമിനൽസിനെ അനുകൂലിക്കുന്ന രീതിയിൽ ഇന്ന് ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം കൊടുത്ത്, ഇങ്ങനെയുള്ള അവസരങ്ങൾ കൊടുത്താൽ ഇന്ന് ഈ തലമുറ, ഇത്രത്തോളം നമ്മുടെ നാട്ടിനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ തലമുറ എങ്ങനെ ഇനി മാറ്റം വരുത്തും? നമ്മുടെ ഗവൺമെൻറ് ഈ രീതിയിൽ പെരുമാറും, നമ്മുടെ നിയമത്തിന് ഭേദഗതി വരുത്താതിരുന്നാൽ എങ്ങനെ നമ്മുടെ പുതിയ തലമുറ നല്ല രീതിയിലേക്ക്, നല്ലൊരു ലെവലിലേക്ക് എത്തിപ്പെടും? സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ നീങ്ങിയത്. നോക്കുമ്പോൾ ഭയങ്കര വിഷമം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 5 കുട്ടികൾക്കും രക്ഷിതാക്കളുണ്ടല്ലോ അല്ലേ? ഈ രക്ഷിതാക്കൾ നല്ല രക്ഷിതാക്കളാണെങ്കിൽ, ഞാൻ എൻ്റെ ഉള്ളെന്ന് പറയാട്ടോ, നല്ല രക്ഷിതാക്കളാണെങ്കിൽ ആ രക്ഷിതാക്കൾ ആ മക്കളോട് പറയണം, നിങ്ങൾ ചെയ്ത് അപാരമായ തെറ്റാണ്, നിങ്ങളത് സംഭവിച്ചു പോയി. അതുകൊണ്ട് ആ കുട്ടി മരിച്ച സ്ഥിതിക്ക് ആ പരീക്ഷ നമുക്ക് എഴുതണ്ട, അവരെഴുതാത്ത പരീക്ഷ നമുക്കും എഴുതണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും ഒരു നിലയും വിലയും നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. അതുപോലും ആ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പരിഗണന കൊടുക്കാനുള്ള സന്മനസ് ഈ 5 മക്കളുടെ രക്ഷിതാക്കൾക്ക് ഇല്ലേ? എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ? പിന്നെ എങ്ങനെയാ നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരുക? നമ്മൾ ആദ്യം നമ്മളെ വീട്ടിൽ ഒരു എന്താ പറയുക, കർശന രീതിയിൽ ഇങ്ങനെ തെറ്റിനെയെല്ലാം എന്താ പറയുക അംഗീകരിക്കാത്ത രീതിയിൽ, അവരെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ, ഇങ്ങനെ കർശന നടപടി എടുക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പെരുമാറിയാലല്ലേ നമ്മുടെ മക്കൾ സമൂഹത്തിൽ പോയിട്ടും ആ തെറ്റുകൾ കാണുമ്പോൾ അതിനനുസരിച്ച് നിൽക്കുകയും ശരികൾക്ക് അനുസരിച്ച് അനുകൂലിച്ച് നിൽക്കാനൊക്കെ ഒരു നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കാനൊക്കെ കഴിയുള്ളൂ. ഇതിപ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ? ഇപ്പം കഴിഞ്ഞ ഒരു മാസം ആയിട്ടില്ലല്ലോ ഉമ്മനെ, അതേ താമരശ്ശേരി പൂനൂര് അല്ലേ, ഉമ്മനെ വെട്ടിക്കൊന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഈ 5 പിള്ളേരുടെ രക്ഷിതാക്കൾക്കും നിങ്ങൾ നൊന്ത് പ്രസവിച്ച ആ വേദന, അത്രത്തോളം വേദന സഹിച്ച് തന്നെയല്ലേ ഷഹബാസിൻ്റെ ഉമ്മയും ഷഹബാസിനെ പ്രസവിച്ചത്? അത് നിങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയവരല്ലേ നിങ്ങളെ കുട്ടികളെ? അത് നിങ്ങൾ വേറെ എവിടുന്നോ കള്ളപ്പണവും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്താണോ മക്കളെ വളർത്തിയത്? അങ്ങനെയെങ്കിലും നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അനുകൂലിച്ച് തന്നെ നിൽക്കണം. അല്ലാത്ത രക്ഷിതാക്കളാണെങ്കിൽ എന്തായാലും ഞാൻ പറയണേ, ഇന്നത്തെ സമൂഹത്തിൽ നല്ല ബുദ്ധിയും ബോധമുള്ള രക്ഷിതാക്കളാണെങ്കിൽ ഈ കുട്ടികൾക്ക് അനുകൂലിച്ച് നിൽക്കാൻ കഴിയില്ല. ആ മരിച്ച കുട്ടിക്ക് അനുകൂലിച്ചിട്ട് ആ പരീക്ഷ എഴുതിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കരുന്നു. കാരണം ആ കുട്ടി ഖബറിലെത്തിയിട്ട് ചൂടാറിയിട്ടില്ല. അതിന് മുമ്പ് ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഗവൺമെൻറ് കൊടുക്കുന്നു, രക്ഷിതാക്കൾ കൊടുക്കുന്നു.
നമ്മുടെ നിയമത്തിൻ്റെ അവസ്ഥ എന്താ? നമ്മുടെ നിയമമൊക്കെ എന്നോ മാറ്റി ഇതിൻ്റെ സമയം കഴിഞ്ഞ്. ഇനി എന്താണാവോ ഇതിങ്ങനെ വെച്ച് നീട്ടുന്നത്? ഡെയിലി ഈ വക ലഹരിയാണെങ്കിൽ പറയണ്ട, എല്ലാവിധ കേസും നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് വെറുത്തു പോയി. നമ്മളൊക്കെ നമ്മുടെ മക്കളെ എന്താ പറയുക, ഭയന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ. ഇനി ഭയം ഇല്ലെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾ വരുമ്പോൾ എന്നും ഒരു സംശയത്തോടെ എൻ്റെ കുട്ടിയുടെ കണ്ണ് ചോന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിംറ്റംസ്, എന്തെങ്കിലും ലഹരിയുടെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ കുട്ടികളുടെ മേത്ത്, കുട്ടികൾ അങ്ങനെ നമ്മൾ സംശയിച്ച് ജീവിക്കുക. നമ്മുടെ സ്വന്തം നമ്മൾ പൊന്നു പോലെ വളർത്തുന്ന മക്കളെ നമ്മൾ സംശയിച്ചുകൊണ്ട് പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മളെ നാട് നീങ്ങുന്നത്. പിന്നെ ഇപ്പോഴത്തെ സിനിമ അത് പറയേണ്ടില്ല. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ അബിയുടെ മോന് അവന് പ്രതികരിച്ചിരുന്നല്ലോ, ഇത് ഭയങ്കര വയലൻസ് ഫിലിമാണെന്ന് പറഞ്ഞിട്ട്, ഓവറായിപ്പോയിന്ന്. അന്ന് എല്ലാവരും ആ ചെക്കനെ എന്താണ് അസൂയാണ്, കുശുമ്പാണ്, എന്തെല്ലാം പറഞ്ഞ്. അപ്പം ആ സിനിമ എൻ്റെ മകൻ്റെ ഒരു ഫ്രണ്ട് പറയുകയാണ്, ഈ സിനിമ നീ കണ്ടിരുന്നോ ഞാൻ ചോദിച്ചപ്പോൾ ചെറിയ കുട്ടി പറയാണ് എന്നോട്, അടിപൊളി സിനിമ, രോമാഞ്ചം വരുന്നതിന്. അതായത് ഇങ്ങനെ ഓരോ ഭാഗം ഞാൻ ആ സിനിമ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതൽ സിനിമയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. പക്ഷെ ഞാനത് എനിക്ക് മനഃപൂർവ്വം കാണാതിരുന്നാണ്. എൻ്റെ മക്കളോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സിനിമകൾ കാണുമ്പോൾ പറയാം രോമാഞ്ചിഫിക്കേഷൻ വരുന്നതെന്ന്. അപ്പോൾ എന്താ നമ്മുടെ പുതിയ തലമുറ ഈ സിനിമകളൊക്കെ കണ്ടിട്ട് എന്താണ് അവരെ കാഴ്ചപ്പാട് നമ്മൾ അതിന്മേന്ന് മനസ്സിലാക്കുക. ഒരാളെ കൊല്ലുമ്പോൾ രോമാഞ്ചിഫിക്കേഷൻ വരുന്നതെന്ന്. അങ്ങനത്തെ നമുക്കത് കാണാൻ പറ്റാഞ്ഞിട്ട്, എനിക്കൊന്നും അത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ സിനിമ ഫോണിൽ പോലും കാണാൻ നിന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനത്തെയുള്ള വയലൻ്റ് ഫിലിമുകൾ, തല്ലുമാല, ഇങ്ങനെയുള്ള ഓരോ കേസ് കെട്ടുകളൊക്കെ കാരണം നമ്മുടെ പുതിയ തലമുറയെ ഒരുപാട് ഇത് സ്വാധീനിക്കുന്നുണ്ട്. കുഞ്ഞു മക്കളെ സ്വാധീനിക്കുന്ന കാരണം തന്നെയാണ് മക്കൾ ഈ വേണ്ടാത്ത വഴിയിലേക്കൊക്കെ പോകുന്നത്. അത്രത്തോളം മോശം ഇൻഫർമേഷനെ കൊടുക്കുന്നുള്ളൂ. നല്ലതൊന്നും ഈ ഫിലിമിൽ നിന്ന് കിട്ടാനില്ല. പണ്ടൊക്കെ സിനിമ കണ്ടിറങ്ങിയാൽ നേരെ വീട്ടിൽ വന്നിട്ട് കുട്ടികളൊക്കെ നിർത്തി നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കണം, നല്ലോണം ആ ഒരു കുടുംബത്തിൻ്റെ ആ സ്നേഹം കാണിക്കുന്ന പഴയ എന്താ പറയുക ഒരു ഫാമിലി ഫിലിംസൊക്കെ ആകുമ്പോൾ നമ്മളത് കണ്ടിട്ട് വീട്ടിൽ അത് അനുകരിക്കാൻ നോക്കുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആവുമായിരുന്നു. ഇതങ്ങനെയല്ല. ഇപ്പം സിനിമകൾ കാണാനും പറ്റുന്നില്ല. കാണുന്ന സിനിമകളുടെ അവസ്ഥ ഇതാണ്. ഇതുകൊണ്ടൊക്കെ എന്ത് ഗുണമാണ് സമൂഹത്തിന് ഈ സിനിമകൾ കൊണ്ടുള്ളത്? അപ്പം ഇത്തരം സിനിമകൾ എന്താ പറയുക, എന്തായാലും ഇത്തരം സിനിമകൾ ഇറക്കുന്നതിന് എന്തായാലും ഗവൺമെൻറ് തടയിട്ടേ പറ്റുള്ളൂ. അതേപോലെ തന്നെ നിയമത്തിന് ഭേദഗതി വരുത്തിയേ പറ്റുള്ളൂ. കാരണം കാലഘട്ടം മാറി, കാലഘട്ടം വളരെ ഫാസ്റ്റായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ തലമുറ, പുതിയ കുട്ടികൾ വളർന്നു വരുമ്പോൾ അതിനനുസരിച്ച് അവരുടെ പുസ്തകത്തിൽ മാറ്റം വരുത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ വളർത്തുന്നതിൽ മാറ്റം വരുത്തണം. അതൊരു വലിയൊരു തന്നെയാണ്. പഴയ വടി ടീച്ചേഴ്സ് എടുക്കണം, സത്യമാണ്, അതാണ് സത്യം. സ്കൂളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അതിന് ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുമ്പോൾ ഉപദേശിക്കുമ്പോൾ ടീച്ചേഴ്സിന് നമ്മൾ കണ്ടില്ലേ ഭീഷണിപ്പെടുത്തിയ ഈ തീർന്നടാന്ന് HMനോടാണ് പറയണത്, എന്നെ ഞാൻ തീർക്കുന്നു. അപ്പം അങ്ങനത്തെ +2 പഠിക്കുന്ന കുട്ടി, അങ്ങനത്തെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ നിയമത്തിന് ഇത് മാറ്റം വരുത്തുക. പിന്നെ ഈ 15 വയസ്സ് കുട്ടികൾ എന്താ ജുവനൈൽ ജസ്റ്റിസ് ആണെന്നും പറഞ്ഞിട്ടൊക്കെ ഈ പരിപാടി ഉണ്ടല്ലോ. ആദ്യം ഈ ജുവനൈൽ ജസ്റ്റിസിൻ്റെ ഈ പ്രായപരിധി അതിൽ മാറ്റം വരുത്തണം. അതേപോലെ തന്നെ ഈ ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ടല്ലോ, അവർക്കും ഒരു നല്ല ഒരു രീതിക്ക് ബോധവൽക്കരണം അങ്ങോട്ട് കൊടുക്കേണ്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. 100ൽ ഒരു 80% കുട്ടികൾക്ക്, അതായത് ഇന്നത്തെ തലമുറയ്ക്ക് ബഹുമാനം എന്താണെന്നും പരിഗണന എന്താണെന്നും കരുണ എന്താണെന്നും ദയാദാക്ഷിണ്യം ഒന്നും അറിയാത്ത കുട്ടികളാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ മാറ്റം വരുത്താൻ ഞാൻ പറയുന്നത് ആത്മീയമായ ഒരു രീതി, അതേപോലെ തന്നെ സ്കൂളുകളിൽ അധ്യാപകരെ ശിക്ഷണത്തിൽ തന്നെ പഴയ രീതിക്ക് തന്നെ കുട്ടികൾ വളർന്നു വരണം. എന്നാലേ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് പുതിയ തലമുറ കാഴ്ചവെക്കാൻ നമ്മുടെ കുട്ടികളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളായി വളരണം എന്നുണ്ടെങ്കിൽ അതൊക്കെ വേണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. എന്തൊക്കെയായാലും ആ കുട്ടികളെ ഇന്ന് പരീക്ഷ എഴുതിക്കാൻ
സമ്മതിക്കരുതായിരുന്നു. അതിനെതിരെ വന്ന എന്താ പറയുക രാഷ്ട്രീയക്കാരെ എല്ലാം തൂക്കിയെടുത്ത് പോലീസുകാർ കൊണ്ടുവന്ന് പോലീസുകാരെ ഡ്യൂട്ടി ചെയ്യുന്നു. വലിയ ക്രിമിനലുകളായ ഇവർക്ക് എക്സാം എഴുതാം. ഒരാളെ കൊന്നിട്ട് പോലും എക്സാം എഴുതാൻ പറ്റും. അതേ ഒരു കോപ്പി അടിച്ചാൽ അവരുടെ പരീക്ഷയുടെ അവസ്ഥ എന്താ, കുഞ്ഞുമക്കളുടെ അവസ്ഥ ഇപ്പം കണ്ടില്ല. 80, 70, 90 അങ്ങനെ കാലഘട്ടം മാറി. ഇപ്പം 2Kയിലെ കുട്ടികൾ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ നടന്നിട്ടും നമ്മുടെ നിയമം ഉറങ്ങുകയാണ്. യാതൊരു രക്ഷയില്ല. തട്ടി ഉണർത്തിയാൽ പോലും അവർ ഉണരില്ല. ആ അവസ്ഥയിൽ കൂടെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മുടെ നിയമത്തിന് ഭേദഗതി വരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം ലഹരിയും ഉമ്മനെ കൊല്ലലും ഭാര്യയെ കൊല്ലലും അമ്മമാരെ കൊല്ലുന്ന തന്നെ ഇപ്പം നമ്മളിവിടെ അടുത്ത് കേട്ട്. അപ്പം ഇങ്ങനെയുള്ള ഇപ്പം ഇന്നും ഞാൻ കേട്ട്, ഇന്നിപ്പം ഭർത്താവ് ഭാര്യയെയും ഭാര്യയുടെ സുഹൃത്തിനെയും കൊന്നു. അപ്പം ഇതാണ് അവസ്ഥ. ഡെയിലി ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയാം, എൻ്റെ വിഷമം അവരുടെ രക്ഷിതാക്കൾക്ക് ഏതായാലും ക്ഷമ കൊടുക്കട്ടെ. നമ്മുടെ കയ്യിലും മക്കളുണ്ട്, അതേ പ്രായമുള്ള അതേ ബെഞ്ചിലിരുന്ന് പഠിച്ച എനിക്കൊരു മകനുണ്ട്. എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ വരെ ആയിരുന്നു അല്ല 1-2 കുട്ടികൾ. അപ്പോൾ ഞാൻ പറയാം, എല്ലാവർക്കും റബ്ബ് എന്താ പറയുക, രക്ഷിതാക്കൾക്ക് ക്ഷമ കൊടുക്കട്ടെ, അത്രേ പറയാനുള്ളൂ.